ഇത് ജോസേട്ടന്റെ കഥയാണ്. 25 വർഷത്തോളം പ്രവാസ ജീവിതം നയിക്കുന്ന ജോസേട്ടൻ. പ്രാരാബ്ധങ്ങളുടെ മാറാപ്പം പേറി ദുബായിലെത്തിയ പലർക്കും ജോസേട്ടൻ കൺകണ്ട ദൈവമാണ്. ജീവിതം ഒരു നിലയിലെത്തുമ്പോൾ അവരിൽ ചിലർക്കെങ്കിലും ജോസേട്ടൻ കണ്ണിൽപ്പെടാത്ത ദൈവമായി മാറുന്നു. നമുക്ക് ജോസേട്ടനെ ഒന്ന് കാണാം. അതിന് ആ ഒരു വാതിലിന്റെ മറവ് മാത്രം മതി. ജോസേട്ടൻ. ജോസേട്ടാ, നിങ്ങൾ അന്വേഷിച്ച ഞാൻ ഷെഫീഖ്. സിദ്ദിഖ് പറഞ്ഞിട്ട് വന്ന. സിദ്ദിഖിനോട് പറഞ്ഞിരുന്നു. ഇരിക്കും. ജോസേട്ടന് പുതിയ ആളെ കിട്ടിയല്ലോ. എന്നെ ഒരുപാട് സഹായിച്ച മനുഷ്യനാണ്. ആ നന്ദി കാണിക്കാൻ വല്ലപ്പോഴും ഉള്ള ഈ കൂടിക്കാഴ്ചകളും ഒരു ചിരിയും മാത്രമേ ഈ മനുഷ്യൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. ഇത് വിപിൻ, ഇത് ശ്യാം. ഹലോ. ഇത് ഷെഫീഖ്, നമുക്ക് വേണ്ടപ്പെട്ട ഒരാളാ. ഹായ്. ഹായ്. ഇനി നമുക്ക് കൂടുതലായിട്ട് പിന്നെ പരിചയപ്പെടാം. ഇത് താഹിറിന്റെ കട്ടില. അവൻ നാട്ടിൽ പോയിരിക്കുക. ഓ. ഷെഫീഖ് ആ കട്ടിലേക്ക് കിടന്നു. ബാഗ് അതിന്റെ താഴേക്ക് വെച്ചേക്ക്. ഓക്കെ. കുളിക്കണമെങ്കിൽ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു പോയ ബാത്റൂം ഉണ്ട്, അവിടെ കുളിക്കാം. ജോസേട്ടാ, നിങ്ങൾക്കൊരു രൂപക്കൂടുണ്ടാക്കി വിശുദ്ധ ജോസേട്ടൻ എന്നൊരു പേരിടാം. വിപിനെ, ഞാനിവിടെ വന്ന കാലത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അന്ന് എന്നെ സഹായിക്കാനായിട്ട് നല്ല മനസ്സുള്ള കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഞാനും എന്നാൽ കഴിയുന്നത് എൻ്റെ അടുത്ത് വരുന്നവർക്ക് ചെയ്തു കൊടുക്കുക, അത്രേ ഉള്ളൂ. വിപിൻ പറഞ്ഞാൽ എന്താ തെറ്റ്? പെങ്ങടെ കല്യാണം, വീട് താമസം, നാട്ടിൽ പോവാൻ സഹായം, അങ്ങനെ അതും ഇതും പറഞ്ഞ് എത്ര പേരെ നിങ്ങൾ സഹായിച്ചിരിക്കുന്നു. നിങ്ങൾക്കൊരാവശ്യം വന്നാ ഒരുത്തനെങ്കിലും നിങ്ങളെ സഹായിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ ആരെയും ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. ഷെഫീഖേ, ഈ കാർഡ് കയ്യിൽ വെച്ചോ. ഇതിവിടെ ട്രെയിനിലും ബസ്സിലൊക്കെ യാത്ര ചെയ്യാനുള്ളതാ. ഞാൻ നിനക്കൊരു ജോലിക്കാരൻ പറഞ്ഞിട്ടുണ്ട്. നാളെ അവിടെ പോണം. സർട്ടിഫിക്കറ്റിന്റെ കോപ്പി കയ്യിലുണ്ടല്ലോ? ഉണ്ട്. ഫോട്ടോ ഉണ്ടോ കയ്യിൽ? ഉണ്ട്. ഞാൻ നിനക്ക് വഴിയൊക്കെ പറഞ്ഞുതരാം. എൻ്റെ ഫോൺ നമ്പർ നീ കുറിച്ച് വെച്ചോ. നാളെ എനിക്ക് ജോലി കൂടുതലുണ്ട്, അല്ലെങ്കിൽ ഞാൻ കൂടെ വരായിരുന്നു. ശരിയെന്ന്. എന്തായി ഇന്റർവ്യൂവിന് പോയിട്ട്? ജോലി ശരിയായി. 3 ദിവസത്തിനുള്ളിൽ ഓഫർ ലെറ്റർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നാട്ടിൽ പോകാതെ തന്നെ വിസ ചേഞ്ച് ചെയ്ത് തരാമെന്നും പറഞ്ഞിട്ടുണ്ട്. ഓ, സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാലോ. ഏതായാലും വിസ കിട്ടാൻ ഇനി 10 ദിവസം എടുക്കില്ലേ? അടുത്ത ആഴ്ച മുതൽ ഓഫീസിലെ കാര്യങ്ങൾ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ജോസേട്ടൻ എവിടെ പോയി? ജോസേട്ടൻ വല്ല പുണ്യപ്രവർത്തിക്കും പോയിരിക്കോ, വല്ല സഹായത്തിനോ മറ്റോ. ജോസേട്ടൻ നേരത്തെ എത്തിയോ? ജോലി കഴിഞ്ഞ് നേരെ പോന്നു. ജോസേട്ടാ, ഞാൻ കൂടെ ജോലി ചെയ്യുന്ന ഒരാളുടെ ഫ്ലാറ്റിൽ സ്പേസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെ തൊട്ടടുത്താ. ഞാൻ അങ്ങോട്ട് മാറാന്ന് വിചാരിച്ചു. പിന്നെ താഹിറും വരാറായല്ലോ. എന്നാ മാറുന്നേ? ഇന്ന് തന്നെ. ബാഗ് എടുക്കാൻ വേണ്ടി വന്നാ. ശ്യാമും വിപിനും കടയിൽ പോയിരിക്കുക. ഇപ്പോൾ വരുമായിരിക്കും. ജോസേട്ടൻ പറഞ്ഞാൽ മതി. താഴെ ഒരാൾ വെയിറ്റ് ചെയ്തിരിക്കുക. തൊട്ടടുത്തല്ലേ, ഞാൻ ഇടയ്ക്ക് വരാം. ഷെഫീഖേ. ജോസേട്ടാ, സുഖല്ലേ? സുഖം തന്നെ. ഷെഫീഖിന്റെ ജോലി എങ്ങനെ പോകുന്നു? നന്നായി പോകുന്നു. നീ റൂമിൽ നിന്ന് പോയപ്പോ പറഞ്ഞൂലല്ലോടാ. അത് ഈ 4-5 മാസം കൊണ്ടായിട്ട് നിനക്ക് എപ്പോഴെങ്കിലും അങ്ങോട്ടൊന്നും വരായിരുന്നില്ലേ? അറ്റ്ലീസ്റ്റ് ഒന്ന് വിളിക്കെങ്കിലും ചെയ്യായിരുന്നില്ലേ ഈ ജോസേട്ടനെങ്കിലും?
സമയായി പോണ്ടേ? ജോസേട്ടാ കുറച്ച് തിരക്കില്ല, വിളിച്ചിട്ട് വരാം. ഈ പ്രവാസ ലോകത്ത് ഒരു ദിവസം ഒരു യുദ്ധം പോലെയാണ് കടന്നു പോകുന്നത്. പക്ഷേ പിന്തിരിഞ്ഞൊന്ന് നോക്കിയാൽ മാസങ്ങളും വർഷങ്ങളും പോകുന്നത് ഒരു സൂപ്പർ ഫാസ്റ്റിന്റെ വേഗതയിലാണ്. ഒരു വർഷത്തിന് ശേഷം ഹലോ. മനസ്സിലായി. പറഞ്ഞിരുന്നു, നമുക്ക് ചെയ്യാം. കണ്ടില്ലേ ഒരുത്തം മാറി നടന്നു പോയത്? റൂമിൽ വന്ന് ഉണ്ടുറങ്ങി കഴിഞ്ഞപ്പോ എനിക്ക് തോന്നിയതാ ഇതിങ്ങനെയൊക്കെ തന്നെ സംഭവിക്കുന്നു. അവന്റെ പോക്ക് കണ്ടില്ലേ? എന്നെ മൈൻഡ് ചെയ്യണമെന്നില്ല, പക്ഷെ നിങ്ങളെ ചിലപ്പോൾ നമ്മളെ കണ്ടു കാണത്തില്ലായിരിക്കും, അല്ലെങ്കിൽ ആള് ബിസി ആയിരിക്കും. ആരെയും കുറ്റപ്പെടുത്താൻ കഴിയാത്ത, ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാത്ത ജോസേട്ടൻ നമ്മോടൊപ്പം എന്നുമുണ്ട്. കാലത്തിന്റെ പാച്ചിലിൽ കൈമോശം വരാത്ത നന്മയാണ് ജോസേട്ടൻ. ജീവിതത്തിന്റെ ഈ യാത്രയിൽ ഇതുപോലെയുള്ള ജോസേട്ടന്മാരെ ഇനിയും കണ്ടുമുട്ടിയേക്കാം എന്ന പ്രതീക്ഷയോടെ.